മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 73-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. നിശമയ്യതവാഥയാനവാർത്തം ഭൃശമാർത്താ പശുപാലബാലികാസ്താ കിമിദം കിമിദം കഥം നിരീമാ സമവേതാസ്പരിദേവിതന്യകുർവൻ. രാത്രി മുഴുവൻ അക്രൂരനായിട്ട് സംസാരിച്ചും കൊണ്ടിരുന്നു ഭഗവാൻ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഗോപസ്ത്രീകൾ, ഗോപികമാർ, അവരൊക്കെ എന്താണ്, എവിടെയാണ് പോയിരിക്കുന്നത്? ചന്ദ്രഗാഗൃഹത്തിലാണോ, ചന്ദ്രഭഗാഗൃഹത്തിലാണോ, രാധാഗൃഹത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചും കൊണ്ടിരുന്നു എല്ലാ സ്ത്രീകളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി ആ ഗോപസ്ത്രീകളുടെ അനുഭവം ആണ് പറയണത്. ഭഗവാൻ പോവുകയാണ് എന്ന് പിറ്റേ ദിവസം കാലത്ത് കേട്ടപ്പോൾ അവരുടെ ഇതാണ് പറയണത്. നിശമയ്യ തവാഥ യാനവാർത്താം അഥ അനന്തരം തവ യാനവാർത്താം നിശമ്യ, അങ്ങ് പോവുകയാണ് എന്നുള്ളതായ വിവരം കേട്ടിട്ട്, വാർത്ത വർത്തമാനം തന്നെ, അങ്ങ് പോവുകയാണ് എന്നുള്ളതായ വിവരം കേട്ടിട്ട്, നിശമയ്യ കേട്ടിട്ട്, യാനവാർത്താം യാനത്തിൻ്റെ വാർത്ത, യാനം എന്ന് വെച്ചാൽ ഗമനം, പോക്ക് എന്നർത്ഥം. അങ്ങ് പോകുന്നതായിട്ടുള്ള ആ വിവരം കേട്ടിട്ട് അങ്ങ് മധുരയിലേക്ക് പോവുകയാണ് എന്നുള്ളതായ ഈ ധനുയാഗം കാണാനായിട്ട് അങ്ങ് മധുരയിലേക്ക് പോകുന്നു എന്ന് കേട്ടിട്ട്, ഭൃശം ആർത്താഹ, അത്യന്തം ദുഃഖിതരായിട്ടുള്ള ആ ഗോപികമാർ, ഭൃശം ആർത്താഹ, ഭൃശം അത്യന്തം, ആർത്താഹ ആർത്തകളായ ദുഃഖിതരായ ആ പശുപാലബാലികാഹ, പശുപാലബാലികമാർ, ഗോപകുമാരികൾ, കുമാരികമാർ, അതായത് അവിടെ ഉണ്ടതായതായ ചെറിയ ബാലികമാർ, പശുപാലബാലികാഹ താഹ, ആ പശുപാലബാലികമാർ, ആ ഗോപികാ ബാലികമാർ, താഹ താഹ എന്ന് വെച്ചാൽ അവരുടെ മനസ്സ് അവിടെ ആ താഹ എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, അപ്രകാരമുള്ളതായിട്ടുള്ള ആ പശുപാലബാലികമാർ, അതായത് ഭഗവാൻ രാത്രി ഒരു ദിവസം കാണാണ്ടായപ്പോൾ തന്നെ എവിടെ പോയി എന്ന് അന്വേഷിച്ചും കൊണ്ട് അത്രത്തോളം ഭഗവാനിൽ ലയിച്ച മനസ്സോടു കൂടിയതായിട്ടുള്ള ആ കുട്ടികൾ, താഹ പശുപാലബാലികാഹ കിമിതം കിമിതം കഥം തു ഇതി, കിമിതം കിമിതം, ഇതെന്താണ്, എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം? കിമിതം കിമിതം, ഇതെന്താണ്? അവരുടെ ആ ആധിയുടെ ആധിക്യം ആണ്, ദുഃഖത്തിൻ്റെ ആധിക്യമാണ് അവിടെ പിന്നെയും ആവർത്തിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിമിതം കിമിതം, ഇതെന്തു വന്നു എന്നിങ്ങനെ, കഥം നു, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് ഭഗവാന് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളെ വിട്ടു പോകാനായി ഇടയായത് എന്നിങ്ങനെ, കഥം നു, ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ, ഇമാഹ ഇതി ഇമാഹ എന്നിങ്ങനെ, ഇവർ ഇതി ഇമാഹ സമവേതാഹ, അവരൊക്കെ ഒന്നിച്ചുകൂടി, അതായത് ആ കുട്ടികളൊക്കെ എല്ലാവരും കൂടി ഒന്നിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വിഷമമുള്ള സംഗതിയാണ്. അപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ, തുല്യ ദുഃഖിതരായിട്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ സമവേതാഹ, അവരൊക്കെ ഒന്നിച്ചു ചേർന്ന് പരിദേവിതാനി അകുർവൻ, അവരൊക്കെ വിലപിച്ചു തുടങ്ങി എന്നാണ്. ഓരോ കഷ്ടം പറഞ്ഞുകൊണ്ട്, അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ട്, പരിദേവനം എന്ന് പറഞ്ഞാൽ കഷ്ടം പറയൽ, കഷ്ടതകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ പരിദേവനം ചെയ്തുകൊണ്ട് ഇരുന്നു അവരൊക്കെ ഭഗവാൻ പോവാണ് എന്ന് കേട്ടിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയിട്ട്, ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ് ഉണ്ടായത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ടിരുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിശമയ്യ കേട്ടിട്ട്, അഥ അനന്തരം തവ യാനവാർത്താം നിശമയ്യ, അങ്ങയുടെ യാനത്തിൻ്റെ, അങ്ങയുടെ ഗമനത്തിൻ്റെ അങ്ങ് മധുരയിലേക്ക് പോകുന്നു എന്നുള്ളതായ വാർത്ത കേട്ടിട്ട്, ഭൃശം ആർത്താഹ, അത്യന്തം ദുഃഖിതരായ ആ പശുപാലബാലികാഹ താഹ, പ്രകാരം അങ്ങയോടുള്ള അത്യധികമായിട്ടുള്ള അനുരാഗത്തോടു കൂടിയ, അങ്ങയുടെ ഒരു നിമിഷം പോലും വേർപാട് സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള, നേരത്തെ പറഞ്ഞു പകല് ഗോക്കളെ മേയ്ക്കാനായിട്ട് പോകുന്നത് കൂടി അവർക്ക് അസഹ്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞു.
അങ്ങനെ അത്രത്തോളം അങ്ങയിൽ തന്നെ ലയിച്ചിരുന്നതായ ആ പശുപാല ബാലികമാർ കിമിതം കിമിതം കഥന്നു, ഇതെങ്ങനെയാണ്, എന്താണിത്, ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ഇമാഹ ഇവർ, അതായത് ഈ പശുപാല ബാലികമാർ സമവേതാഹ ഇവരൊക്കെ ഒന്നിച്ചു കൂടിയിട്ട് പരിദേവിതാനി അപൂർവൻ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിലപിച്ചു കൊണ്ടിരുന്നു എന്ന്. അടുത്ത ശ്ലോകം. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മൻ വിസൃജേദനന്യനാഥ ബത നക്കിമു ദൈവമേവമാസീദിതി താസ്ത്വഗതമാനസാ വിലേപു താഹ വിലേപു. അവരിങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നിലവിളിച്ചത് എന്നാണ്. അതായത് ഇത് മാത്രമല്ല, അനവധി പറഞ്ഞ് നിലവിളിച്ചു. താഹ വിലേപുഹു, അവരിങ്ങനെ വിലപിച്ചു. എന്താണ് പറഞ്ഞത്? കരുണാനിധി ഏഷ നന്ദസൂനുഹു, കരുണാനിധിയായിട്ടുള്ള ഈ നന്ദപുത്രൻ കൃഷ്ണൻ, നന്ദസൂനുഹു നന്ദൻ്റെ പുത്രനായിട്ടുള്ള, നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ഈ കൃഷ്ണൻ വളരെ കരുണയുള്ള ആളാണ്, നമ്മളോടൊക്കെ വളരെ സ്നേഹം കാരുണ്യമുള്ള ആളാണ് അല്ലേ. ദിവസേന നമ്മളോടൊക്കെ എത്ര നേരം ചിലവഴിച്ചു നമ്മളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ തരത്തിലാണ് കാരുണ്യം കാണിച്ചിട്ടുള്ളത് കൃഷ്ണൻ ഇവിടെ. അങ്ങനെ ആ കരുണാനിധിയായിട്ടുള്ള നന്ദസൂനു കഥമസ്മാൻ വിസൃജേത്, ഇപ്പം എങ്ങനെയാണ് നമ്മളെ വിട്ടുപോവുക? വിസൃജേത് ഉപേക്ഷിക്കും. നമ്മളെ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? നമ്മളെ വിട്ടുപോകാനായിട്ട് കൃഷ്ണന് തോന്നിയത്? അല്ലെങ്കിൽ ഇത്ര കാരുണ്യമുള്ളതായിട്ടുള്ള കൃഷ്ണന് ഇപ്പോൾ നമ്മളെ വിട്ടുപോകണമെന്ന് എന്താ തോന്നാൻ കാരണം? കഥം അസ്മാൻ വിസൃജേത്, നമ്മളെ വിട്ടുപോകണത് എങ്ങനെയാണ് അത് തോന്നിയത്? ഇത് അനന്യനാഥാഹ, അനന്യനാഥാഹ ഒക്കെ എന്ന് അത് നമ്മുടെ വിശേഷമാണ്, ഞങ്ങളുടെ വിശേഷമാണ്. അസ്മാൻ എന്നുള്ളതിൻ്റെ വിശേഷമാണ് അനന്യനാഥാഹ എന്നുള്ളത്. അനന്യനാഥരായിട്ടുള്ള ഞങ്ങളെ, വേറെ നാഥന്മാരില്ലാത്തതായ ഞങ്ങളെ, വേറെ രക്ഷയൊന്നുമില്ല ഞങ്ങൾക്ക്, ഞങ്ങൾ സർവ്വതും കൃഷ്ണനിൽ തന്നെ അർപ്പിച്ചിരിക്കുകയാണ്. കുടുംബത്തിന് അവരൊക്കെ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോയത്. അപ്പം അങ്ങനെ അനന്യനാഥരായിട്ടുള്ള ഞങ്ങളെ, വേറെ നാഥന്മാരില്ലാത്തതായിട്ടുള്ള ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ എങ്ങനെയാണ് പോണത്? കസം അസ്മാൻ വിസൃതി, ആ കാരുണ്യം ഉണ്ടായിരുന്നു വെച്ചാൽ ഇങ്ങനെ പോവോ എന്നാണ്. അത്രയും കാരുണ്യം നമ്മളോട് കാണിച്ചിട്ടുള്ളതായിട്ടുള്ള കൃഷ്ണൻ ഇപ്പം എങ്ങനെയാണ് നമ്മളെ വിട്ടിട്ട് അങ്ങനെ അനന്യനാഥനായിട്ട്, വേറെ നാഥനില്ല, വേറെ ശരണമില്ലാണ്ടായിട്ട് നമ്മളെ വിട്ടു പോണത് എങ്ങനെയാണ് എന്നിങ്ങനെ ബതനാക്കിമു കഷ്ടം ദൈവമേ ബതനാക്കിമു ദൈവമേവമാസീത്. ബത കഷ്ടം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബത എന്നുള്ളതായിട്ടുള്ള നിപാതം. ബത കഷ്ടം. നഹ കിമു ദൈവമേവമാസീത്. നഹ ദൈവം, നമ്മുടെ വിധി. ദൈവം എന്നുള്ളത് അവിടെ വിധി എന്നുള്ളതാണ്. നഹ ദൈവം, നമ്മുടെ വിധി. ഏവമാസീത്, ഇങ്ങനെയായിരുന്നു. അതായത് ഇങ്ങനെ വളരെയധികം സുഖം അനുഭവിച്ചു കഴിഞ്ഞിട്ട് കൃഷ്ണൻ്റെ സാമീപ്യം നമ്മൾ വളരെയധികം അനുഭവിച്ചു, നമ്മൾ എത്ര സന്തോഷിച്ചു അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ. അങ്ങനെയുള്ളതായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൃഷ്ണൻ്റെ വേർപാട് വേണ്ടി വന്നു. വതനക്കിമു ദൈവം ഏവമാസീത്, നമ്മുടെ ദൈവം വിധി ഇങ്ങനെയായിരുന്നു. ഏവമാസീത് കഥം, ഇങ്ങനെയായിരുന്നുവോ എന്ന് ചോദിക്കുകയാണ്. വതനക്കിമു കിമു ഏവമാസീത്, നമ്മുടെ വിധി ഇപ്രകാരമായിരുന്നുവോ? ഇതി താഹ ത്വൽഗതമാനസാഹ വിലേപുഹു. ത്വൽഗതമാനസാഹ, അങ്ങയിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയ, ത്വൽഗതമായ അങ്ങയിൽ ഗതമായ, അങ്ങയിലേക്ക് പോയതായ മനസ്സോടുകൂടി, അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നതായ, അങ്ങയിൽ ഉറച്ച മനസ്സോടുകൂടിയ താഹ അവർ, ആ ബാലികമാർ ഇപ്രകാരം വിലപിച്ചു. വിലേപുഹു, വിലപിച്ചു. ത്വൽഗതമാനസാഹ, അങ്ങയിൽ ഗതമായ, അങ്ങയിൽ ഉറച്ച മനസ്സോടുകൂടിയ ആ ബാലികമാർ ഇപ്രകാരം വിലപിച്ചു. എങ്ങനെയാണ് വിലപിച്ചത്? കരുണാനിധി ഏഷ നന്ദസൂനുഹു, കരുണാനിധിയായിട്ടുള്ള ഈ നന്ദപുത്രൻ കൃഷ്ണൻ കഥമസ്മാൻ വിസൃജീത്, എങ്ങനെയാണ് നമ്മളെ ഉപേക്ഷിച്ചു പോണത്? എങ്ങനെയാണ് നമ്മളെ ഉപേക്ഷിക്കുന്നത്? അനന്യനാഥാഹ, അനന്യനാഥരായിട്ടുള്ള നമ്മളെ, വേറെ ശരണമൊന്നുമില്ലാത്തതായിട്ടുള്ള നമ്മളെ എല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കൃഷ്ണനെ തന്നെ ശരണം പ്രാപിച്ചവരാണ്. അപ്പം അങ്ങനെ വേറെ ശരണമില്ലാത്തതായിട്ടുള്ള നമ്മളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ എങ്ങനെയാണ് നമ്മളെ വിട്ടു പോവുക എന്നിങ്ങനെ ബതനക്കിമു ദൈവമേവമാസീത, കഷ്ടം തന്നെ, നമ്മുടെ വിധി ഇങ്ങനെയായിരുന്നോ നമ്മുടെ വിധി? ഏവം ആസീത്, ഇപ്രകാരമായിരുന്നുവോ? കിമു
അങ്ങനെയായ ചോദ്യമാണത്. ബതനക്കിമു ദൈവം ഏവം ആസീത് നഹ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം, നമ്മുടെ വിധി ഇപ്രകാരമായിരുന്നുവോ? ഏവമാസീത് കിമു, നമ്മുടെ വിധി ഇപ്രകാരമായിരുന്നുവോ എന്നിങ്ങനെ താഹ, ആ ബാലികമാർ ത്വൽഗതമാനസാഹ, അങ്ങയിൽ ഉറച്ച മനസ്സോടുകൂടിയ ആ ബാലികമാർ ഇപ്രകാരം വിലപിച്ചു എന്ന്. നിശമയ്യതവാധയാനവാർത്തം ഭൃശമാർത്ത പശുപാലബാലികാസ്താഃ കിമിദം കിമിദം കഥം നിധീമാ സമവേദ പരിദേവിതന്യകുർവൻ. ഇവിടെ കഥന്നു ഇതീമ, ഇതി ഇമാഹ, 3 പദമാണ്. കഥന്നു അത് ഇതി ഇമാഹ എന്നിങ്ങനെ. നു എന്നുള്ളത് അവിടെ അങ്ങനെയായിരുന്നു എന്നുള്ളതായിട്ടൊരു ഇതിനെയാണ് കാണിക്കുന്നത്. സമവേദാഹ പരിദേവിതാനി അകുർവൻ. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. നിശമയ്യതവാധയാനവാർത്തം ഭൃശമാർത്താ പശുപാലബാലികാസ്താ കിമിദം കിമിദം കഥം നിരീമാ സമവേതാസ് പരിദേവിതന്യകുർവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മധുരയ്ക്കുഭവന്റെ യാത്ര വാർത്ത വളരെ സങ്കടമേകി കന്യമാർക്കും. അവരങ്ങൊരുമിച്ചു കൂടിയപ്പോൾ വിലപിച്ചാരിതു കഷ്ടമെത്ര കഷ്ടം. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മൻ വിസൃജേദനന്യനാഥാഃ ബതനക്കിമു ദൈവമേവമാസീദിതി താസ്ത്വൽഗതമാനസാ വിലേപുഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദയ തന്നുറവായ നന്ദപുത്രൻ തഴയുന്നെങ്ങിനെ ദാസിമാരെ നമ്മേ. ഇതു ദൈവഹിതം നമുക്കു വന്നെന്നവരും നിന്നെയുമോർത്തു കേണിതേറേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.